കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല കുറെ കെറ്റിലും കിട്ടുന്നില്ലല്ലോ, മനസ്സിലായി. വരുമാനം എന്ന് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും പണിയെടുത്ത് തിന്നോളാം. ഇപ്പോഴും ആൾക്കാരെ പരിചയം നടക്കുന്നു. അച്ഛനൊപ്പൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ കോടിക്ക് പണിക്കായിട്ട് മറ്റേ അച്ഛനും അമ്മയും പോകുന്നു. വാഴയും വെച്ചാ മതിയായിരുന്നു. അവരുടെ സമ്പാദ്യം വെറുതെ പായാക്കണ്ടല്ലോ, അവർ എനിക്ക് വേണ്ടിയല്ലേ ചെലവായിക്കൊണ്ട്. ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറ എടുത്തുകൂടെ? ഓരോരുത്തരും പറയും ശീമപ്പന്നി പോലെ വളർന്ന് ഇണക്ക് പണിക്ക് വയ്ക്കൂടെ? കാശിന് ജീവിക്കുന്നു, നിനക്ക് അപ്പിയിട്ട് ജീവിച്ചാ പോലെ എന്നൊക്കെ പറയും. കൺമുമ്പിന്ന് പോടാ. അതല്ല, നമുക്ക് മറ്റേ കൈത്തൊഴിൽ അറിഞ്ഞാലല്ലേ ഇപ്പൊ കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. മരപ്പണി അറിയാമെങ്കിൽ മാത്രമേ മരം കൊത്തിയാൽ അതേപോലെ നന്നാക്കാൻ അറിയാമെങ്കിലേ മാത്രമേ കാർ റിപ്പയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. മനസ്സിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്ക് പോകാനൊരു അനിയനില്ലാത്തതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം. മാത്രമല്ല, സ്വന്തമായിട്ട് ഏൺ ചെയ്യാനായിട്ട് സൂപ്പർ മാർക്കറ്റ് പോയി തൂങ്ങിച്ചാൽ ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. ഏൺ ചെയ്യാനായിട്ട് സൂപ്പർ മാർക്കറ്റ് അടുത്ത വർഷം ഡാഡി ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫണ്ട് വരുന്നത് കാശ, അപ്പൊ കുറച്ച് പലിശ കിട്ടാനും കുഴപ്പമില്ല. അപ്പന് സ്ഥലമുണ്ട്, അപ്പൊ അവിടെ ബിൽഡിംഗ് പണിയാ. എങ്ങനെ തീർച്ചയായിട്ടല്ല, ഡാഡിക്ക് പ്രവാസിയാണല്ലോ ഡാഡി. എന്തോന്ന് പറയാൻ, എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. അണ്ടർ ഒരു ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കണം. അപ്പഴേ എനിക്ക് ഈ സ്വല്പം തിരക്കുണ്ട്, അപ്പൊ ഞാൻ പോയിട്ട് വരാം.